ഇതുപോലെ നമുക്ക് 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ അബിയു പഴം പൂവിട്ട് കായ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇനം പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഈ അബിയു പ്ലാന്റ്. അതായത് നമ്മുടെ അബിയു പഴം പറിച്ചിട്ടുണ്ട്, നല്ലോണം പഴുത്തിട്ടുണ്ട്. പഴുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഇവിടെയൊക്കെ പച്ച കളറുണ്ടാവും, ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടണം. കുറച്ചും കൂടെ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതും കൂടെ മാറിക്കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഴുത്തു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമ്മൾ അബിയു പഴം മുറിക്കുമ്പോൾ ഇതുപോലെ സീഡാണ് ഇതിൻ്റെ വിത്ത്. നമ്മൾ സീഡിലേക്ക് കൂടിയാണ് ഇത് നമ്മൾ തൈകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ സീഡ് കട്ടാവാതെ നോക്കണം. അതുപോലെ ഇതുപോലെ റൗണ്ടിൽ മുറിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മുടെ അബിയു പഴത്തിൻ്റെ അകവശമാണ് ഈ കാണുന്നത്. ഇതൊരു സീഡ് ഉണ്ട്, ചിലതിൽ 2 സീഡ് ഉണ്ടാവും. ഈ സീഡ് പാകി മുളപ്പിച്ച തൈകളിലാണ് ഒരു 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് പൂവിട്ടിട്ട് കായ്കൾ ഉണ്ടാവാൻ തുടങ്ങും. ഈ അബിയു പഴത്തിന് ഗ്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ലെയറിങ്ങോ ബെഡിങ്ങോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സീഡ് മുളപ്പിച്ച തൈകൾ നമുക്ക് ഇതിൻ്റെ സീഡ് നിർത്താം. സീഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൗണ്ടിൽ കട്ട് ചെയ്യേണ്ടത് നമുക്ക് സീഡ് കട്ടാവാതെ നോക്കാം. ഇതാണ് സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ അകവശം കാണുന്നത്. നമുക്ക് ഇതുപോലെ സ്പൂണിൽ ഇത് തണുപ്പിച്ചിട്ടാണ് ശരിക്കും കഴിക്കേണ്ടത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്, നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ശരിക്കും ഇത് കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ്. ഞാനിത് ഒരുപാട് കഴിച്ചതാണ്. ഞാനിത് അബിയു പഴത്തിൻ്റെ റിവ്യൂ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ഞാൻ വിളവെടുത്തിട്ടുണ്ട്, അന്നൊക്കെ ഞാനിത് പറയാൻ മറന്നുപോയതാണ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. നല്ല മധുരമുണ്ട്. നമുക്ക് ഒരു കരിക്ക് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ഈ ചിരണ്ടിക്ക് നിന്ന ഒരു ഫ്ലഷ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ അബിയു പഴം. തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കിത് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഇത് കൂടുതലായിട്ടും നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്നും കാണാത്തൊരു പഴം തന്നെയാണ്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് പറിച്ചെടുക്കും. 2-2.5 വർഷം കൊണ്ട് നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പറിച്ച് വെച്ച് 1-2 ദിവസം മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേടായി പോകും. അതുകൊണ്ട് തന്നെ കടകളിൽ ഇത് എത്തിപ്പെടാൻ സാധ്യത കുറവാണ്. വീട്ടിൻ്റെ മുറ്റത്ത് വെക്കാൻ പറ്റിയൊരു പഴച്ചെടി തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.